السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പങ്ക്തിയുടെ ഈ ആഴ്ചയിൽ ഒരു ചെറിയ വിഷയത്തെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് സാധാരണ നമ്മൾ പറയാറുള്ള സക്സസ് എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്കൊക്കെ പരിചയമുള്ള വാക്കാണ്. ഇംഗ്ലീഷിൽ സക്സസ് എന്ന് പറഞ്ഞാൽ ഒരു വിജയത്തെയാണ് കാണിക്കുന്നത്. വിജയം. വിശുദ്ധ ഖുർആനിൽ ഈ വിജയത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. വിജയത്തിലേക്കുള്ള വഴിയാണ് വിശുദ്ധ ഖുർആൻ. വിജയത്തിലേക്കുള്ള വഴികാട്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ആത്യന്തികമായ വിജയത്തിൽ എത്താൻ കഴിയും. അതിന്റെ വിജയത്തിന്റെ ആ വശത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ചർച്ച ചെയ്യാറുള്ളതാണ്. അതിന്റെ മതപരമായ വീക്ഷണത്തിലുള്ള വഴികളെക്കുറിച്ച്. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഈ സക്സസ് മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്. വിദ്യാർത്ഥിയായിരുന്നാലും കച്ചവടക്കാരനായിരുന്നാലും ഏതേത് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളായിരുന്നാലും അയാൾ പലതരത്തിലുള്ള വിജയങ്ങൾ കൊതിക്കുന്നുണ്ട്. ഈ വിജയമെന്ന് പറഞ്ഞാൽ അത് വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, നമ്മുടെ അബൂ ജിഹാദൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിന് എന്താണ് സത്യത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാൾ വിജയം നേടി, നമ്മൾ പരലോക വിജയത്തെക്കുറിച്ച് ആത്യന്തിക ലക്ഷ്യമായി നമ്മൾ പറയുന്നു. ഈ ലോകത്ത് തന്നെ പ്രവർത്തനത്തിന് ഒരുപാട് വിജയങ്ങൾ നേടേണ്ടതുണ്ട്. അപ്പോഴാണ് ജീവിതത്തെ വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈസ് ഇറ്റ് വെൽത്ത് ഓർ ഹെൽത്ത് ഓർ റെക്കഗ്നിഷൻ ഓർ ഗുഡ് ഫാമിലി, അതുമല്ലെങ്കിൽ ഹാപ്പിനെസ്, പീസ് ഓഫ് മൈൻഡ്. പീസിന്റെ സ്പെല്ലിംഗ് ചെറിയ പ്രശ്നമുണ്ട്, അറിയട്ടെ. PEAC ആണ് കേട്ടോ. മറ്റത് പീസ് എന്ന് പറഞ്ഞാൽ കഷ്ണം. ഇത് PEACE, മനസ്സമാധാനം. ഇതൊക്കെ വിജയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഘടകങ്ങളാണ്. സമ്പത്താകട്ടെ, ആരോഗ്യമാകട്ടെ, അവിടെ പീസിന്റെ സ്പെല്ലിംഗ് കറക്റ്റാണ്. ആരോഗ്യമാകട്ടെ, നല്ല കുടുംബമാകട്ടെ, റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ അംഗീകാരമാണ്, മറ്റുള്ളവർ നൽകുന്ന അംഗീകാരം. ഹാപ്പിനെസ് ഓർ പീസ് ഓഫ് മൈൻഡ്, മനസ്സിന്റെ സമാധാനവും സന്തോഷവും. യെസ്, പീസ് ഓഫ് മൈൻഡ്. ഖുർആനിൽ ഒരു പരാമർശം നമുക്കൊക്കെ പരിചയമുണ്ടല്ലോ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവെക്കുറിച്ചുള്ള സ്മരണ കൊണ്ടാണ് മനസ്സിന് ശാന്തത ലഭിക്കുന്നത്, ഹൃദയങ്ങൾ ശാന്തി അടയുന്നത് എന്നൊക്കെ അതിനർത്ഥം പറയാറുണ്ട്. അപ്പൊ ഈ സമ്പത്തായാലും ആരോഗ്യമായാലും അംഗീകാരമായാലും നല്ല കുടുംബ പശ്ചാത്തലമായാലും എല്ലാം അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? സത്യത്തിൽ കിട്ടുന്നത് മനസ്സിന്റെ ഒരു സംതൃപ്തിയാണ്. അതാണ് സത്യത്തിൽ സക്സസ്. ഈ സക്സസിന്റെ
ഏറ്റവും വലിയ ഭാവമാണ്, അതിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. ലാ യസ്മഊന ഫീഹാ ലഅബൻ വലാ കിദ്ദാബ, അവിടെ കളിവിനോദങ്ങളും കളവുകളുമില്ലാത്ത ലോകം എന്ന് പറഞ്ഞില്ലേ. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, വേറെ സ്ഥലത്ത് പറഞ്ഞു അവിടെ രക്ഷ, സമാധാനം സമാധാനം. അപ്പൊ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായി വിശേഷിപ്പിച്ച കാര്യങ്ങളിൽ ഒന്ന് അത് സമാധാനത്തിന്റെ ഗേഹമാകുന്നു. ദാറുസ്സലാം, അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാകുന്നു എന്നാണ്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ പിന്നെ ഈ ലോകത്ത് അധ്വാനിച്ചുകൊണ്ട് നേടുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ വെൽത്ത്, സമ്പത്ത്, ഹെൽത്ത്, ആരോഗ്യം. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊരു പ്രോവർബ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഹെൽത്ത് ഈസ് വെൽത്ത്, ആരോഗ്യമാകുന്നു ധനം. റെക്കഗ്നിഷൻ, അംഗീകാരം. ഗുഡ് ഫാമിലി, നല്ല കുടുംബം. ഇതൊക്കെ നൽകുന്നത് ആ സമാധാനം. ഇനി അവിടെ ഖുർആൻ ചേർത്ത് പറഞ്ഞൊരു കാര്യം, ഞാൻ ഇതിന്റെ ആമുഖമായിട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. ഖുർആൻ ചേർത്ത് പറഞ്ഞൊരു കാര്യം, അവിടെ എത്തണമെങ്കിൽ നിങ്ങളെ നാം ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും. വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. നമുക്ക് പരിചയമുള്ള ആയത്താണ്. ഇതിന് പറഞ്ഞ വിഷയങ്ങൾ എന്തെങ്കിലും നോക്കൂ നിങ്ങൾ. ഭയം, അതാണ് ഖൗഫ്. ജൂ എന്ന് പറഞ്ഞാൽ വിശപ്പാണ്. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, അവിടെ പറഞ്ഞ 3 കാര്യങ്ങൾ: ശാരീരികമായ നഷ്ടം, സാമ്പത്തികമായ നഷ്ടം, കാർഷിക നഷ്ടം. ഇത് ഭൗതികമായ നഷ്ടങ്ങളാണ്. ഈ നഷ്ടങ്ങളിലൂടെ നിങ്ങളെ നാം പാകപ്പെടുത്തും എന്നാണ്. നിങ്ങളെ നാം പാകപ്പെടുത്തും. ആ നഷ്ടങ്ങളിലൂടെ വിജയകരമായി കടന്നുപോകുന്ന ആൾക്കു മാത്രമേ എവിടെ എത്താൻ സാധിക്കുള്ളൂ? നമ്മൾ നേരത്തെ പറഞ്ഞ സക്സസ് എന്ന് പറയുന്ന ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. സത്യത്തിൽ സക്സസ് ഒരു ലക്ഷ്യം മാത്രമല്ല. സക്സസ് ഈസ് എ ജേർണി, നോട്ട് എ ഡെസ്റ്റിനേഷൻ. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ ലക്ഷ്യം എന്നർത്ഥം. എയിം, ഇംഗ്ലീഷിൽ മറ്റൊരു പദമാണ് നമ്മൾ പ്രയോഗിക്കുന്ന എയിം, ലക്ഷ്യം. അതേപോലെ തന്നെ നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന വാക്കാണ് ഗോൾ. ഇപ്പൊ ഫുട്ബോളിലൊക്കെ പന്ത് പോസ്റ്റിലേക്ക് അടിച്ചാൽ നമ്മൾ എന്ത് പറയും? ഗോൾ. ഗോൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലക്ഷ്യം കണ്ടു, ഗോൾ. സോ സക്സസ് ഈസ് എ ജേർണി, നോട്ട് എ ഡെസ്റ്റിനേഷൻ. വിജയം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്ന ഒരു യാത്രയിലെ സുഖാനുഭവങ്ങളാണ്. അത് അവസാനിക്കുന്നതല്ല. വിജയത്തിൽ നൈരന്തര്യമുണ്ട്. അവസാനം എത്തിച്ചേരുന്ന വിജയമാണ് സ്വർഗം. ഈ ലോകത്ത് വിജയത്തിന്റെ തുടർയാത്രകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖുർആൻ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, നിങ്ങൾ ഒരു കാര്യം ചെയ്ത് അവസാനിപ്പിക്കേണ്ടതില്ല. അത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് കാലെടുത്തു വെക്കുക. കർമ്മ നൈരന്തര്യമാണ് അത് കാണിക്കുന്നത്. ഫഇദാ ഫറഅത ഫൻസബ് വഇലാ റബ്ബിക ഫർഅദ്. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, വിശ്രമമില്ല. ഈ വിശ്വാസിയുടെ നെറ്റിത്തടം വേർത്തുകൊണ്ടാണ് മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ മരിച്ചെടുക്കുന്ന ആളുകളുടെ നെറ്റിയിൽ പോയിട്ട് നോക്കാറുണ്ട്. അതിന്റെ വ്യാഖ്യാനം അങ്ങനെയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വാസി പ്രവർത്തന നിരതനായിരിക്കുന്നതിനിടയിലാണ് ഈ ലോകത്ത് നിന്ന് അദ്ദേഹം യാത്ര പറഞ്ഞു പോവുക. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വിശ്വാസിയുടെ വിയോഗം ആ നാടിന് ഒരു നഷ്ടമായിരിക്കുന്ന. നാട് നഷ്ടമായിരിക്കുക കാരണം എന്താ? അങ്ങനെ ആവണം, അതൊരു വിശ്വാസിയുടെ ലക്ഷണമാണെന്ന്. അപ്പൊ ഒരു കാരണം എന്താണ്? അയാൾ
കർമ്മ നൈരന്തര്യത്തിലാണുള്ളത്. അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. അതാണ് ഈ ഇസ്ലാം സത്യത്തിൽ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു വലിയ ആശയം. അത് പ്രബോധന പ്രവർത്തനങ്ങളായിരുന്നാലും ശരി, സാമൂഹ്യ സേവന രംഗത്തുള്ള മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഏത് പ്രവർത്തനങ്ങളായിരുന്നാലും ശരി, അങ്ങനെ മടിച്ചു മാറി നിൽക്കേണ്ട ആളുകളല്ല പ്രത്യേകിച്ച് വിശ്വാസികൾ. നേരെ മറിച്ച് ഫഇദാ ഫറഅത ഫൻസബ്, അതാണ് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷണം വരും. ആ പരീക്ഷണത്തിൽ ഘട്ടം ഘട്ടമായി വിജയിച്ച് മുന്നേറുന്നു. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ഇംഗ്ലീഷ് കവിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. റോബർട്ട് ഫ്രോസ്റ്റ്, അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ അവസാനത്തെ വരികൾ ലോകപ്രസിദ്ധമായ വരികളാണ്. അത് വിദ്യാലയങ്ങളിലൊക്കെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. സ്റ്റോപ്പിംഗ് ബൈ വൂഡ്സ് ഓൺ എ സ്നോവി ഈവനിങ്. അതിന്റെ അവസാനത്തെ വരികൾ എങ്ങനെയാണ്? The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. ഇത് ഒരു യാത്രക്കാരനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ആ യാത്രക്കാരൻ അദ്ദേഹത്തിന്റെ വേഗതയുള്ള കുതിരയുടെ പുറത്തിങ്ങനെ യാത്ര പോകുമ്പോൾ അതിമനോഹരമായ ഒരു താഴ്വാരവും മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉദ്യാനവും കാണാം. കാടാണ് ശരിക്കും. വൂഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വുഡ്സ് തിങ്ങി നിറഞ്ഞ് മരങ്ങൾ തിങ്ങി നിൽക്കുന്ന വനം. അപ്പൊ അദ്ദേഹം യാത്രയുടെ ലക്ഷ്യമൊക്കെ മറന്ന് ആ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അവിടെ നിൽക്കുക. അതാണ് അദ്ദേഹം പറയുന്നത്. ദ വുഡ്സ് ആർ ലവ്ലി വുഡ്സ്, മനോഹരമായ വനാന്തരം. ഡാർക്ക് ആൻഡ് ഡീപ്പ്, ഒരു കാട് പിന്നെ ഏറ്റവും സുന്ദരമാകുന്നത് ആ കാട്ടിൽ, ആ വനത്തിൽ ഇടതൂർന്ന മരങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അതാണ് ഡാർക്ക് ഫോറസ്റ്റ്, ലവ്ലി ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെയുള്ള നമ്മെ ഹഠാതാകർഷിക്കുന്ന, നമ്മെ പിടിച്ചുകുലുക്കുന്ന ആ സൗന്ദര്യം നമ്മെ സ്വാധീനിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന പച്ച പിടിച്ച ഒരു വനാന്തരം. പക്ഷെ അദ്ദേഹത്തിന് പിന്നീട് തിരിച്ചറിവുണ്ടായി, ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല. ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്, എനിക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ പാലിക്കുവാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, അന്തിയുറങ്ങും മുമ്പ് ഇനിയും ഒരുപാട് ദൂരം എനിക്ക് യാത്ര ചെയ്യുവാനുണ്ട്. അദ്ദേഹം തിരിച്ചറിയുന്നില്ല. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, ഉറങ്ങും മുമ്പ് ഇനിയും ഒരുപാട് കാലങ്ങൾ താണ്ടാനുണ്ട്. അത് ശരിക്കും ജീവിതയാത്രയാണ് ആ കവിതയിൽ പറയുന്നത്. ജീവിതയാത്രയാണ്. ജീവിതയാത്രയിലെ നൈമിഷികമായ സൗന്ദര്യങ്ങളിൽ ഉടക്കി സമയം കളയേണ്ടവനല്ല മനുഷ്യൻ. ഈ റോബർട്ട് ഫ്രോസ്റ്റ് അതിനെ വിശ്വാസത്തോട് ചേർത്തുകൊണ്ടുകൂടിയാണ് പറയുന്നത്. ജീവിതത്തിന്റെ ലക്ഷ്യത്തെ ചേർത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത്. നമുക്ക് അതിനെ ആ രൂപത്തിൽ വായിക്കാൻ സാധിക്കണം. ഈ യാത്രയിൽ നിരർത്ഥകമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കേണ്ടവനല്ല ഞാൻ. എന്റെ യാത്ര അവസാനിക്കും മുമ്പ് എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. 3 സ്റ്റെപ്പുകൾ നമുക്ക് ജീവിതത്തിലെ ഏത് മേഖലയിലായിരുന്നാലും സക്സസിൽ ഒന്ന് ഡു മോർ ദാൻ വി ലുക്ക്, കാണുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ നോക്കിയാൽ കാണുന്ന കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ, അതിനപ്പുറം നിരീക്ഷണ പാടവം. അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ വിജയം വരിക്കാൻ കഴിയുള്ളൂ. എല്ലാവരും കാണുന്നുണ്ട്. ആ കാഴ്ചകൾക്കപ്പുറം ലുക്ക് എന്ന് പറയുന്നതും ഒബ്സർവ് എന്ന് പറയുന്നതും രണ്ടാണ്. ആരും നോക്കിയാൽ കാണുന്ന കാര്യങ്ങളാണ് ലുക്ക് എന്നതിൽ വരിക. ഒബ്സർവേഷൻ ഈസ് സംതിങ് മോർ. നിരീക്ഷണം എന്നത് അതിനപ്പുറമുള്ള അല്പം കൂടി വിശാലാർത്ഥമുള്ള ഒരു പദമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒബ്സർവേഴ്സ് ആകണം, നമ്മൾ നിരീക്ഷകന്മാരാകണം, നമ്മൾ
നിരീക്ഷകന്മാരാകണം. രണ്ടാമത്തേത് ഡു മോർ ദാൻ വി ഹിയർ, നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യുക. അതെങ്ങനെ ചെയ്യാൻ പറ്റുക? നമ്മൾ ലിസൺ ചെയ്യണം. ഇപ്പൊ ഈ ബൈലക്സ് ക്ലാസ് റൂം തുറന്നു വെച്ചിരിക്കുന്ന ആർക്കും എന്റെ ശബ്ദം കേൾക്കാം. പക്ഷേ ലിസൺ ചെയ്യുന്ന ആൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കിട്ടും. അതാണ്, എല്ലാവരും ഹിയർ ചെയ്യുന്നു, പക്ഷേ ലിസണിംഗ് ഈസ് സംതിങ് ഡിഫറന്റ്. അത് സക്സസിലേക്കുള്ള ഒരു വഴിയാണ് ലിസണിംഗ്. അപ്പോ ഒബ്സർവേഷൻ വേണം, ലിസണിംഗ് വേണം. മൂന്നാമത് അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഡു മോർ ദാൻ വി ലിസൺ, നമ്മൾ ലിസൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യണം? അണ്ടർസ്റ്റാൻഡ്. ലിസൺ ചെയ്ത് പോയതുകൊണ്ട് കാര്യമില്ല. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇങ്ങനെ 3 സ്റ്റെപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ വഴിയിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാം. ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. ഒന്ന്, ഒബ്സ്റ്റക്കിൾസ് ഇൻ അവർ വേ ടു സക്സസ്. നമ്മുടെ വിജയയാത്രയിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ഒന്നാമത്തെ തടസ്സം ഈഗോ. ഈഗോ എന്ന് പറഞ്ഞാൽ അഹംഭാവം, ഞാനെന്ന ഭാവം. ഈ ക്രിസ്ത്യാനികൾ കുരിശിനെ അവർ ആരാധനയുടെ ഭാഗമായി സ്വീകരിക്കാറുണ്ട്. പക്ഷെ ആ കുരിശിന് പുറകിൽ ഒരു ഫിലോസഫി പറയാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എന്നുള്ളതിനെ കട്ട് ചെയ്യുകയാകുന്നു. അങ്ങനെ വ്യാഖ്യാനമുണ്ട്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം. അതാണ് അഹം ഭാവം. ആ ഐ എന്നതിന്റെ ഒരു ക്രോസ് മുന്നിട്ടോക്കും, അപ്പൊ കുരിശാകും. ഞാൻ കട്ട് ദ ഐ എന്നതിന് പറയാം. കട്ട് ദ ഐ, ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കുന്നു എന്ന വളരെ ഫിലോസഫിക്കലായ ഒരു തത്വശാസ്ത്രം കുരിശിന് പറയുന്നുണ്ട്. അത് വേറൊരു വിഷയമാണ്. അപ്പൊ ഈഗോ എന്നത് ഒരിക്കലും തന്നെ വിജയം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല. അപ്പോൾ നിങ്ങൾ സ്വർഗമെന്ന് പറയുന്ന ആത്യന്തികമായ വിജയം കരസ്ഥമാക്കുന്നതിന് മനുഷ്യന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്നത് എന്താണ്? ഈഗോയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നതിൽ നിന്ന് ഖുറൈശികളെ തടഞ്ഞത് എന്താണ്? അവരുടെ ഈഗോയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ജനിച്ചു വളർന്ന, ഞങ്ങൾക്കറിയാവുന്ന സാധാരണക്കാരനായ ഈ പ്രവാചകനെ അംഗീകരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ല. മലക്കിനെ അയച്ചാൽ ഞങ്ങൾ അംഗീകരിച്ചോളാം. അതാണ് മാലിഹാദർ റസൂൽ യഅകുലു തആം വയംശി ഫിൽ അസ്വാഖ്. അങ്ങാടി കൂടി നടക്കുന്ന പ്രവാചകൻ, ഭക്ഷണം കഴിക്കുന്ന പ്രവാചകൻ, അത് ശരിയാവില്ല. അതേപോലെ തന്നെ ഖുർആനിൽ മറ്റൊരു സംഭവം കാണാൻ കഴിയും. ജാലൂത്തും ദാവൂദ് നബി അലൈഹിസ്സലാമും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ച് പറയുന്നിടത്ത് പിന്നെ അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത രാജാവിന്റെ വിഷയത്തിൽ അവർ സംതൃപ്തരായില്ല. കാരണം എന്താ? അവനെക്കാളും ശക്തിയും കഴിവും പ്രമാണിത്വമുള്ളത് ഞങ്ങളാണ് രാജപദവിക്കർഹരായവർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അംഗീകരിച്ചില്ല അള്ളാഹുവിന്റെ തീരുമാനത്തെ. അവിടെയും അവർക്ക് തടസ്സമായത് ഈഗോയാണ്. അപ്പം ഈ ഈഗോ ഭൗതികമായ വിജയത്തെ മാത്രമല്ല അപകടപ്പെടുത്തുക, നേരെ മറിച്ച് പാരത്രികമായ വിജയത്തെ അപകടപ്പെടുത്തും. ഈ വിജയത്തിന്റെ ഈ ഈഗോയുടെ ഉൽപാദനം നടക്കുന്നത് പിശാച്ചിന്റെ ഫാക്ടറികളിലാണ്. ദ പ്രൊഡക്ഷൻ ഓഫ് ഈഗോ ഈസ് ഫ്രം ദ കമ്പനീസ് ഓഫ് സാത്താൻ. ശൈത്താന്റെ കമ്പനി എന്നുള്ള പ്രൊഡക്റ്റാണ് എന്ത്? ഈഗോ. രണ്ടാമത്തേത്, സക്സസ് ഇല്ലാതിരിക്കാൻ പലപ്പോഴും പരാജയം നുകരുവാനുള്ള കാരണം ലാക്ക് ഓഫ് പ്ലാൻ ചെയ്യാതിരിക്കുക. അദ്ദേഹം
ഒനിഡ എന്ന് പറയുന്ന ടിവിയുടെ പരസ്യത്തിൽ ചെകുത്താനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെകുത്താനെപ്പോഴും പരസ്യത്തിന് കരുവാക്കുന്ന ഒരു ലോകമാണിത്. മലപ്രകാരം പറഞ്ഞ ഒരു വലിയ ആശയമാണ്. രണ്ടാമത് ലാക്ക് ഓഫ് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഈ ക്ലാസ് 7 മണിക്ക് തുടങ്ങുന്നത് ഒരു പ്ലാനാണ്. അങ്ങനെ ഒരു സമയം വെച്ച് നമ്മൾ ഒരു പദ്ധതി നടത്തുന്നു. 8 മണിക്ക് അബൂറസ്മിന്റെ തജ്വീദ് ക്ലാസ് നടക്കും എല്ലാ തിങ്കളാഴ്ചയും ഇൻഷാ അല്ലാഹ്. അത് പ്ലാനാണ്. അങ്ങനെയാകുമ്പോൾ ആളുകൾ കൃത്യമായി എത്താൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. സോ ലാക്ക് ഓഫ് പ്ലാൻ ലീഡ്സ് ടു ഫെയിലിയർ. ഈ സക്സസിന്റെ ഓപ്പോസിറ്റാണ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ പരാജയപ്പെടും. മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട സംഗതി, ഇംഗ്ലീഷിലെ അധികം വളരെ പരിചിതമല്ലാത്തൊരു വാക്കാണിത്, പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രയോറിറ്റിയുള്ള, എന്നാൽ മുന്തിയ പരിഗണന കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, മാറ്റിവെച്ചിട്ട് ഗൗരവം കുറഞ്ഞ കാര്യങ്ങൾക്ക് പരിഗണന കൊടുക്കുക. അതിന്റെ മീനിങ് നമുക്കിങ്ങനെ പറയാം. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ ആക്ട് ഓഫ് റിപ്ലേസിംഗ് ഹൈ പ്രയോറിറ്റി ആക്ഷൻസ് വിത്ത് ടാസ്ക്സ് ഓഫ് ലോവർ പ്രയോറിറ്റി. ലോവർ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഹൈ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ മാറ്റിവെക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലാണെങ്കിൽ മുൻഗണനാക്രമം തെറ്റിച്ചു. മുൻഗണനാക്രമം അതിൽ വെയിറ്റേജ് തെറ്റിക്കണം. ക്രമം മാത്രമല്ല, അതിന്റെ വെയിറ്റേജ് കൂടെ തെറ്റിച്ചു. ഇപ്പൊ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഹൈ പ്രയോറിറ്റി ഉള്ള കാര്യമാണ്. ഈ ക്ലാസ് കേൾക്കുക എന്നത് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ എത്രയോ പ്രയോറിറ്റി കുറഞ്ഞ കാര്യമാണ്. അപ്പൊ ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും പ്രദേശത്ത് ചിലപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകളുണ്ട്. അപ്പോൾ ആൾക്ക് കേട്ടാൽ അവരെന്ത് ചെയ്യുന്നു? നമസ്കാരത്തിലേക്ക് പോകുന്നു. അതാണ് ഹൈ പ്രയോറിറ്റി. ആ ഹൈ പ്രയോറിറ്റി കൺസിഡർ ചെയ്ത ആൾക്ക് എന്ത് വിജയമുണ്ട് നോക്കൂ. നിങ്ങൾ പരലോകത്ത് മാ സലകക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലായിരുന്നില്ല. എന്തേ നിങ്ങൾ നരകത്തിലെത്താൻ കാരണം? അവിടെ പ്രയോറിറ്റി തെറ്റിച്ചു. പ്രയോറിറ്റി തെറ്റിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമസ്കാരങ്ങൾ നഷ്ടപ്പെടുന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരം നഷ്ടപ്പെടുന്നത്. മറ്റൊരു കാര്യം, വിജയത്തിന്റെ വിലങ്ങുതരിയെ നിൽക്കുന്ന മറ്റൊരു കാര്യം, ഡൂയിങ് ടു മച്ച് അലോൺ. ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യാം. തനിയെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാം. അത് നല്ല സ്വഭാവമല്ലാണ്. പ്രത്യേകിച്ച് ഈ സംഘടനാ പ്രവർത്തകരും പൊതുപ്രവർത്തകരുമൊക്കെ മനസ്സിൽ ചില്ലിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ഭരണതലത്തിലുള്ള ഇംപ്ലിമെന്റേഷനാണ് ഈ ഡീസെൻട്രലൈസേഷനാണ്, അധികാര വികേന്ദ്രീകരണം. ഡൂയിങ് ടു മച്ച് അലോൺ അത് നല്ല ക്വാളിറ്റി അല്ല. എല്ലാം അത് ഞാൻ ചെയ്തോളാം, അത് ഞാൻ ഏറ്റെടുക്കും, ഓക്കെ നോ പ്രോബ്ലം, അത് ഞാൻ ചെയ്തോളാം, എല്ലാം ഏറ്റെടുക്കും. ഇങ്ങനെ എല്ലാം ഏറ്റെടുക്കുന്ന ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് എന്നെക്കൊണ്ടത് കഴിയില്ല, ഞാൻ ഇത്രേ ചെയ്യുള്ളൂ എന്ന് പറയലാണ് സത്യത്തിൽ മാന്യതയും വിജയത്തിലേക്കുള്ള വഴിയും. പിന്നെ നമ്മൾ സാധാരണ കാരണം ലാക്ക് ഓഫ് നോളേജ് ആൻഡ് ട്രെയിനിങ്, അറിവും പരിചയവും ഇല്ലാത്ത അവസ്ഥ, അങ്ങനത്തെ കാര്യങ്ങളിൽ കയറി ഇടപെടാൻ പാടില്ല. ലാക്ക് ഓഫ് നോളേജ് ആൻഡ് ട്രെയിനിങ്. ഒരൊറ്റ പോയിന്റ് കൂടെ പറയാം, അതിന് കുറേ കാര്യങ്ങൾ പറയാൻ കഴിയും. അവസാനത്തെ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഓവർ കമ്മിറ്റ്മെന്റ്, അമിതമായ കമ്മിറ്റ്മെന്റ് കാണിക്കുക. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനോടുള്ള വിധേയത്വം. ഓവർ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സാധിക്കാത്ത ഒരു കാര്യവും എങ്ങനെയെങ്കിലും എല്ലുമുറിയെ ചെയ്ത് വിജയിപ്പിക്കണം എന്നുള്ള അതിന് അത്യാഗ്രഹം എന്നാ പറയാം. അതിന് ഓവർ കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന ആളുകൾക്ക് വിജയിക്കാൻ കഴിയില്ല. കാരണം വിജയത്തിലേക്ക് എന്തില്ല? വിജയത്തിലേക്ക് കുറുക്കുവഴികളില്ല.
വിജയത്തിലേക്ക് കുറുക്കുവഴികളില്ല, വിജയത്തിലേക്ക് എളുപ്പവഴികളില്ല. ദർ ഇസ് നോ കീ ടു സക്സസ്, ബട്ട് ദ കീ ടു ഫെയിലിയർ ഈസ് trying to please everybody. വിജയത്തിലേക്ക് എന്തില്ല? ഷോർട്ട് കട്ട്സ് ഇല്ല. പക്ഷേ പരാജയത്തിലേക്കുള്ള ഷോർട്ട് കട്ട് എന്താ അറിയോ? എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം, എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കണം, എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറയണം എന്നുള്ള പ്ലീസ് എവരിബഡി. പ്ലീസ് എവരിബഡി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുക, അതാണ് പ്ലീസ് എവരിബഡി. നമ്മൾ സാധാരണ പറയാനുള്ള പ്ലീസ് അല്ല, അത് സന്തോഷിപ്പിക്കുക എന്ന അർത്ഥത്തിലുള്ള പ്ലീസാണ്. പ്ലീസ് എവരിബഡി, എല്ലാവരെയും സന്തോഷിപ്പിക്കുക. എല്ലാവരും സന്തോഷിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. ഞാൻ മുജാഹിദല്ല, ഞാൻ സുന്നിയല്ല, ഞാൻ ജമാഅത്തല്ല, ഞാൻ ഒന്നിനുമില്ല എന്നാൽ ഞാൻ എല്ലാവരെയും വിമർശിക്കുകയും ചെയ്യും. അത് നപുംസക നിലപാടാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല. സ്വർഗമെന്ന് പറയുന്ന മഹാവിജയത്തിൽ എത്തിച്ചേരുവാൻ കഴിയുകയില്ല. അതിന് കാരണം എന്താ? ദ കീ ടു ഫെയിലിയർ ഈസ് ട്രൈങ് ടു പ്ലീസ് എവരിബഡി. പരാജയത്തിലേക്കുള്ള വഴി എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്ന് പറയുന്ന മൂഢത്വമാകുന്നു എന്നാണ്. അതൊരിക്കലും തന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മളെപ്പോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു ദുർഗുണമാണ്. ഇനി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചടികളും പരാജയങ്ങളും നേരിട്ട് കഴിഞ്ഞു. നമ്മൾ നേരത്തെ വിശുദ്ധ ഖുർആനിലെ ആയത്ത് പറഞ്ഞല്ലോ, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ഇത്രയും നഷ്ടങ്ങൾ, ആരോഗ്യനഷ്ടവും ധനനഷ്ടവും അതേപോലെ തന്നെ വേണ്ടപ്പെട്ട ആളുകളുടെ വിയോഗം, കാർഷിക മേഖലയിലെ നഷ്ടങ്ങൾ, വിശപ്പ്, ഭയം, ഇതൊക്കെ ജീവിതത്തിലെ ചെറിയ ടെസ്റ്റ് ഡോസുകളാണ്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ഫെയിലിയർ ഈസ് സക്സസ് ഇഫ് യു ലേൺ ഫ്രം ഇറ്റ്. പടച്ചതമ്പുരാന് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചെറിയ ചെറിയ പരാജയങ്ങൾ വരും. അതെന്തിനാണ്? അത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാകുന്നു എന്ന്. വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാകുന്നു. ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ചരിത്രത്തിലെ വിജയം വരിച്ച ആളുകളൊക്കെ ഇങ്ങനെയുള്ള പരാജയങ്ങൾ നുകർന്നുകൊണ്ടാണ് വിജയത്തിന്റെ സോപാനത്തിൽ അവരെത്തിയത് എന്ന് കാണുവാൻ കഴിയും. ഹിസ്റ്ററി ഹാസ് ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ്. ചരിത്രം നമ്മോട് പറഞ്ഞു വരുന്നത് ദ മോസ്റ്റ് നോട്ടബിൾ വിന്നേഴ്സ്, അറിയപ്പെടുന്ന ജേതാക്കളെല്ലാം തന്നെ യൂഷ്വലി എൻകൗണ്ടേർഡ് ഹാർട്ട് ബ്രേക്കിംഗ് ഒബ്സ്റ്റക്കിൾസ്, ഹൃദയഭേദകമായ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ അവർ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്നുള്ള. ഈസി വാക്കോവറായിട്ട് ആരും ചരിത്രത്തിൽ ഇടം നേടിയിട്ടില്ല. ബിഫോർ ദേ ട്രയംഫ്ഡ്, അവർ വിജയിക്കുന്നതിന് മുമ്പ് ഒരുപാട് വൈതരണികൾ അവർ തരണം ചെയ്തിട്ടുണ്ട്. ദേ വൺ ബിക്കോസ് ദേ റിഫ്യൂസ് ടു ബിക്കം ഡിസ്കറേജ്ഡ് ബൈ ദർ ഡിഫീറ്റ്സ്. പരാജയങ്ങൾക്ക് മുമ്പിൽ അടിപതറുവാൻ അല്ലെങ്കിൽ കീഴടങ്ങുവാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ടാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ഗാന്ധിജി നോക്കൂ നിങ്ങൾ. ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ്. ഗാന്ധിജി വക്കീലാണ് അദ്ദേഹം. ബേസിക്കലി ബാരിസ്റ്റർ ഉദ്യോഗം. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന് അദ്ദേഹം ആദ്യത്തെ കേസ് വാദിക്കാൻ പോയപ്പോൾ കോടതിയിലുള്ള പ്രതിഭാഗത്തെ കണ്ടിട്ട് പേടിച്ച് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ് ഗാന്ധിജി. പക്ഷേ പിന്നീട് ഗാന്ധിജി ലോകത്ത് അറിയപ്പെടുന്ന 10 പ്രഭാഷകന്മാരിൽ ഒരാളായിട്ട് മാറി എന്നുള്ളതാണ്. കോടതി വളപ്പിൽ, കോടതി മുറിയിൽ പ്രതിഭാഗത്തെ കണ്ട് വിറച്ച ഗാന്ധിജിയാണ് പിന്നീട് ലോകത്ത് അറിയപ്പെടുന്ന 10 പ്രഭാഷകന്മാരിൽ ഒരാളായിട്ട് മാറിയത്. 10 പ്രഭാഷകന്മാരിലായിട്ട് മാറിയത്. ഞാൻ നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ബയോഗ്രഫിയിൽ നിന്ന് ഒരു 4 ലൈൻസ് വായിച്ചു തരാം. അതാണ്
This was a man who failed in business at the age of 21. വളരെ സിമ്പിളാണ്, നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. 21-ാമത്തെ വയസ്സിൽ ഈ വ്യക്തി അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ പരാജയപ്പെട്ടു. He was defeated in a legislative race at age of 22. 22-ാമത്തെ വയസ്സിൽ അദ്ദേഹം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടു. Failed again in business at the age of 24. അതെ, അദ്ദേഹത്തിലും തോറ്റു. Failed again in business at the age of 24. ഈ 20 എന്ന് പറയുന്ന വാക്കിന്റെ പ്രൊനൗൺസിയേഷൻ ശരിക്ക് 20 എന്നാണ്. 24. 24-ാമത്തെ വയസ്സിൽ വീണ്ടും അദ്ദേഹം തന്റെ ബിസിനസ്സിൽ പരാജയപ്പെട്ടു. Had his sweetheart died when he was age of 26. 26-ാമത്തെ വയസ്സിൽ അദ്ദേഹം സ്നേഹിച്ചിരുന്ന പെൺകുട്ടി മരണപ്പെട്ടുപോയി. Had a nervous breakdown at the age of 27. 27-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ശാരീരികമായ തളർച്ചയുണ്ടായി. ലോസ്റ്റ് എ കോൺഗ്രഷ്യൽ റേസ് അറ്റ് ദ ഏജ് ഓഫ് 34. 34-ാമത്തെ വയസ്സിൽ മറ്റൊരു രാഷ്ട്രീയ മത്സരത്തിൽ കൂടി അദ്ദേഹം പരാജയപ്പെട്ടു. ലോസ്റ്റ് എ സെനറ്റോറിയൽ റേസ് അറ്റ് ദ ഏജ് ഓഫ് 45. 45-ാമത്തെ വയസ്സിൽ സെനറ്റിലേക്ക് മത്സരിച്ചു, പിന്നെയും പരാജയപ്പെട്ടു. Failed in an effort to become vice president at the age of 47. 47-ാമത്തെ വയസ്സിൽ ഉപരാഷ്ട്രപതിയാകുവാനുള്ള മത്സരത്തിലും പരാജയപ്പെട്ടു. Lost a senatorial race at the age of 49. 49-ാമത്തെ വയസ്സിൽ വീണ്ടും ഒരു മത്സരം, അവിടെയും പരാജയപ്പെട്ടു. അവസാനം പറയണം, and he was elected the president of United States. അദ്ദേഹം 52-ാമത്തെ വയസ്സിൽ അമേരിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ദിസ് മാൻ വാസ് അബ്രഹാം ലിങ്കൺ. ഇതായിരുന്നു അബ്രഹാം ലിങ്കൺ. ഇത് വളരെ ടച്ചിങ്ങായ ചരിത്രമാണ്. ജീവിതത്തിൽ പരാജയങ്ങളുടെ ഘോഷയാത്രയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പുള്ള കുട്ടിക്കാലം നമ്മളൊക്കെ പിന്നെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വായിക്കുവാൻ പുസ്തകം പോലുമില്ലാതെ വിളക്കുകാലിന് ചുവട്ടിലിരുന്നുകൊണ്ട് വായിച്ച് പഠിച്ചു വളർന്നു വന്ന അബ്രഹാം ലിങ്കനെ കുറിച്ച് നോക്കുന്നു. ഇതൊരു ചരിത്രമാണ്. അതാണ് പറഞ്ഞത്. നേരത്തെ ഞാൻ പിന്നെ പറഞ്ഞ സെന്റൻസിൽ എന്താ പറഞ്ഞത്? ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നത് വിജയത്തിന്റെ ചവിട്ടുപടികൾ കയറിപ്പോയ എല്ലാ ചരിത്രപുരുഷന്മാരും പരാജയങ്ങൾക്ക് മുമ്പിൽ അടിപതറാതെ മുന്നേറിയ ആളുകളാണെന്നാണ്. കൺഫ്യൂഷ്യസ് എന്ന് പറയുന്നുണ്ടോ? അദ്ദേഹം ഒരു വലിയ ഫിലോസഫറാണ്. കൺഫ്യൂഷ്യസ്. അവർ ഗ്രേറ്റസ്റ്റ് ഗ്ലോറി ഈസ് നോട്ട് ഇൻ എവർ ഫാളിംഗ്. ഫാൾ എന്ന് പറഞ്ഞാൽ എന്താ? വീഴുകയാണ്. താഴോട്ട് വീഴുക. അപ്പൊ ആപ്പിൾ താഴോട്ട് വീഴുന്നതിന് ഫാൾ എന്ന് പറയും. ഫാൾ ഡൗൺ, താഴോട്ട് വീഴുക. അവർ ഗ്രേറ്റസ്റ്റ് ഗ്ലോറി ഈസ് നോട്ട് ഇൻ എവർ ഫാളിംഗ്. ഒരിക്കലും വീഴുകയില്ല എന്നതല്ല നമ്മുടെ വിജയം, അതല്ല നമ്മുടെ പ്രശസ്തി. മറിച്ചോ ബട്ട് റൈസിംഗ് എവറി ടൈം വി ഫാൾ. നമ്മൾ വീഴുമ്പോഴെല്ലാം എഴുന്നേൽക്കുക എന്നതാണ്. മൂന്നിടത്ത് കിടക്കാൻ പാടില്ലാണല്ലോ. അബ്രഹാം ലിങ്കൺ ചെയ്തതാണല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് നമുക്ക് ഒന്നാമത്തെ മാതൃക. പരിശോധിച്ച് നോക്കൂ. പ്രവാചക ജീവിതത്തിലെ ഓരോ താളുകൾ മറിച്ചു നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട എതിർപ്പുകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബഹിഷ്കരണം, സാമ്പത്തികമായ ഞെരുക്കം, സഹാബി വര്യന്മാർ അനുഭവിച്ച പീഡനങ്ങൾ, അതൊക്കെ തരണം ചെയ്താണ്. അങ്ങനെ തരണം ചെയ്തുകൊണ്ടാണ് അവർ മുന്നേറിയത്. അതാണ് അവർ ഗ്രേറ്റസ്റ്റ് ഗ്ലോറി ഈസ് നോട്ട് ഇൻ എവർ ഫാൾ. ഒരിക്കലും ഒരാൾ പരാജയം അനുഭവിച്ചില്ല എന്നത് വലിയ മഹത്വമല്ല. നേരെ മറിച്ച് എന്താണ് മഹത്വം?
but in rising every time we fall, വീഴുമ്പോഴെല്ലാം പൂർവാധികം ശക്തിയോടെ എഴുന്നേൽക്കാൻ കഴിയുക എന്നതാണ് മഹത്വമെന്ന് കൺഫ്യൂഷ്യസിന്റെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു കൊട്ടേഷനാണ്. അത് ഈ പ്രകൃതിയുടെ തത്വമാണ്. പരീക്ഷണങ്ങളിലൂടെയും ടെസ്റ്റുകളിലൂടെയും കടന്നുപോയാൽ വിജയിക്കാൻ കഴിയുള്ളൂ. ഇപ്പോ ഒരു ചെറിയ സംഭവം ഞാൻ പറയും. ഒരു ബയോളജി ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ഈ ഒരു കാറ്റർപില്ലർ എങ്ങനെയാണ് ബട്ടർഫ്ലൈ ആയി മാറുന്നത്. കാറ്റർപില്ലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇതല്ല, നമ്മുടെ ഈ പ്യൂപ്പ ചിത്രശലഭത്തിന്റെ ആദ്യ ദശയാണ് അതിന് കാറ്റർപില്ലർ എന്ന് പറയുന്നത്. അപ്പൊ അത് പിന്നെ എങ്ങനെയാണ് പിന്നെ ഇത് പുഴു എങ്ങനെയാണ് പൂമ്പാറ്റയായി മാറുന്നത് എന്നാണ് അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുന്നത്, ഈ ബയോളജി ടീച്ചർ. കാറ്റർപില്ലർ ടേൺസ് ഇൻ ടു എ ബട്ടർഫ്ലൈ. കാറ്റർപില്ലർ ടേൺസ് ഇൻ ടു എ ബട്ടർഫ്ലൈ. പുഴു പൂമ്പാറ്റയായി മാറുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഈ പുഴു അതിന്റെ ഈ കൊക്കുണ്ടല്ലോ, അതിന്റെ ആവരണം സ്വയം പൊട്ടിച്ച് ചെറിയ ചിറക് വെച്ച ചിത്രശലഭമായി വളരെ പ്രയാസപ്പെട്ട് ആ കൊക്കൂണിന്റെ ഉള്ളിൽ നിന്ന് അത് പുറത്തു കിടക്കും. അങ്ങനെ കുട്ടികളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കുട്ടിക്ക് ഈ പുഴു ഇതിന്റെ ആവരണം പൊട്ടിച്ച് അതിനകത്ത് നിന്ന് വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടായി അത് പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര പ്രയാസം തോന്നി. ആ കുട്ടി എന്ത് ചെയ്യുന്നു അറിയോ? അതിന് പുറത്തേക്ക് വരുവാൻ വേണ്ടി അതിന്റെ ആവരണം ഒന്ന് ഓപ്പണാക്കി കൊടുത്തു. ടീച്ചർ വന്നു നോക്കുമ്പോൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പൂമ്പാറ്റ ചത്തുപോയിരിക്കുന്നു. അപ്പൊ അദ്ദേഹം കുട്ടിയോട് പറഞ്ഞു കൊടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റർപില്ലർ സത്യത്തില് ആരോഗ്യമുള്ള ഒരു ബട്ടർഫ്ലൈ ആയിട്ട് പുറത്തു വരണമെങ്കിൽ അത് സ്വയം ആ ആവരണത്തിലൂടെ പ്രയാസപ്പെട്ട് പുറത്തു കടന്ന് ചിറകുകൾ വീശി പറന്നു പോകണം. അതാണ് നാച്ചുറൽ ലോ. അത് നാച്ചുറൽ ലോ ആണ്, പ്രകൃതിയുടെ നിയമം. പടച്ചതമ്പുരാൻ ഈ ഭൂമിയിൽ നിശ്ചയിച്ചു വെച്ച നിയമമാണത്. അതാണ് ഇറ്റ് ഈസ് എ ലോ ഓഫ് ദ നേച്ചർ ദാറ്റ് the struggle to come out of the cocoon. cocoon എന്ന് പറഞ്ഞാൽ അതിന്റെ ആവരണമാണ്. ആ ആവരണം നമ്മൾ പൊട്ടുകളുണ്ടാക്കാൻ ഉപയോഗിക്കുക. ആ ആവരണം പൊട്ടിച്ച് അത് പുറത്തേക്ക് വരുന്നത് ആക്ച്വലി ഹെൽപ്സ് ടു ഡെവലപ്പ് ആൻഡ് സ്ട്രെങ്തൻ ദ ബട്ടർഫ്ലൈ വിങ്സ്. യെസ്, കൊക്കൂൺ. ആ കൊക്കൂൺ പൊട്ടിച്ച് ഈ പുഴു പുറത്തേക്ക് വരുമ്പോഴാണ് ആ ചിറകുകൾക്ക് ബലം കിട്ടുക, ആ ചിത്രശലഭത്തിന് പറക്കാൻ കഴിയുക. അത് ജീവിതമാണ്. ഇപ്പൊ ജീവിതത്തിൽ ഉണ്ടാകുന്ന ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. അതേപോലെ തന്നെ ഒരു യഥാർത്ഥ മനുഷ്യന് വിജയം കൈവരിക്കുവാനുള്ള ട്രെയിനിങ് കൂടെയാണ്. എല്ലാ പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ വെച്ച് നോക്കൂ. പ്രവാചകന്മാരൊന്നും ജനിച്ച നാട്ടിൽ മരിച്ചിട്ടില്ല. മാത്രവുമല്ല, സമൂഹത്തിൽ നിന്നും അധികാരവർഗത്തിൽ നിന്നും പലപ്പോഴും കുടുംബത്തിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും സ്വന്തം കുലത്തിൽ നിന്നുമൊക്കെ അവർ പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരെ വിജയത്തിലേക്ക് ധൈര്യപൂർവ്വം നടന്നെടുക്കുവാനുള്ള ഊർജ്ജം നൽകുകയാണത്. മാത്രവുമല്ല, അവർക്കൊരു വലിയ സമൂഹത്തെ നയിക്കാനുള്ളവരാണ്. ആ സമൂഹത്തെ എല്ലാ പ്രതിസന്ധിയിലും ധൈര്യത്തോടുകൂടി നയിക്കുവാനുള്ള കരുത്ത് അവർക്ക് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മളും അങ്ങനെ തന്നെ ആവണം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ സംഘടനാ രംഗത്തൊക്കെ ഇന്ന് ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഇതൊക്കെ ഇട്ടെറിഞ്ഞു പോകുമെന്ന് വിചാരിച്ചാൽ അത് പരാജയമാണ്. ടെസ്റ്റ് കേസുകളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. ആ പ്രതിസന്ധികളും പ്രയാസങ്ങളുമില്ലാതെ നല്ല ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും ഉണ്ടാവുകയില്ല. പിന്നെ വർക്ക് ചെയ്യാൻ തയ്യാറല്ലാത്ത ആളുകൾക്ക് വിജയം ഉണ്ടാവില്ല. വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിജയം വരുന്ന ഒരൊറ്റ സ്ഥലമുള്ളത് ഡിക്ഷണറിയാണ്. ദ ഓൺലി പ്ലേസ് വേർ സക്സസ് കംസ് ബിഫോർ വർക്ക് ഈസ് ദ ഡിക്ഷണറി.
ഡിക്ഷണറിയിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് എന്തുള്ളത് സക്സസ് ഉള്ളത്. കാരണം യെസ് എന്ന് പറയുന്ന അക്ഷരം ഡബ്ല്യു എന്ന് പറയുന്ന അക്ഷരത്തിന് മുമ്പാണ്. മാരേജിന് മുമ്പ് ഡൈവോഴ്സ് എന്ന് പറയാറുണ്ട്. അതേപോലെ ഡിക്ഷണറിയിൽ മാത്രമാണ് മാരേജിന് മുമ്പ് നടക്കുന്നത്, ഡൈവോഴ്സ് നടക്കുന്നത്. 4 വയസ്സായ ഒരു കുട്ടിയുടെ ചരിത്രം പറയുന്നുണ്ട്. ഈ 4 വയസ്സായ കുട്ടി ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ ആ കുട്ടിയുടെ കീശയിൽ ഒരു നോട്ട് എന്ന് പറഞ്ഞ ഒരു കുറിപ്പ്, NOTE കേട്ടോ, അതിനാണ് കുറിപ്പ് എന്നുള്ളതിന് അതേ വാക്ക് ഉപയോഗിക്കുക, നോട്ട്. ടീച്ചർ ഒരു കുറിപ്പ് മാതാവിന് എഴുതി കൊടുത്തയച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? യുവർ ടോമി ഈസ് ടു സ്റ്റുപ്പിഡ് ടു ലേൺ. നിങ്ങളുടെ മകൻ പഠിക്കാൻ മഹാവിഡ്ഢിയാണ്. യുവർ ടോമി ഈസ് ടു സ്റ്റുപ്പിഡ് മീൻസ് വെരി സ്റ്റുപ്പിഡ്, പമ്പര വിഡ്ഢിയാണ്, അവനെ പഠിക്കാൻ കൊള്ളുകയില്ല. അപ്പൊ ആ കുറിപ്പ് വായിച്ച മാതാവ് ആകെ നിരാശപ്പെട്ട് പിൻവാങ്ങുകയല്ല ചെയ്തത്. അവർ മനസ്സിൽ പറഞ്ഞു, ആ മാതാവ് മനസ്സിൽ പറഞ്ഞ കാര്യം അറിയോ? മൈ ടോമി ഈസ് നോട്ട് ടു സ്റ്റുപ്പിഡ്. എന്റെ മകൻ, മൈ ടോമി ഈസ് നോട്ട് ടു സ്റ്റുപ്പിഡ് ടു ലേൺ. എന്റെ മകൻ പഠിക്കാൻ വിഡ്ഢിയല്ല. ഐ വിൽ ടീച്ച് ഹിം മൈസെൽഫ്. അവനെ ഞാൻ പഠിപ്പിക്കണം. ഇതാ മാതാവിന്റെ ഒരു ദൃഢനിശ്ചയമാണ്. അങ്ങനെ അവർ പഠിപ്പിച്ചു. മാത്രമല്ല ഈ പയ്യെന്ന് പറഞ്ഞാൽ പാർഷ്യലി ഡെഫാണ്, പാർഷ്യലി ഡെഫ്. അതുകൊണ്ട് ആ അധ്യാപകർ പറയുന്നതെന്ന് അവന് കേൾക്കുന്നില്ല. അതാണ് പ്രശ്നം. ബേസിക്കലി പാർഷ്യലി ഡെഫ് എന്ന് പറഞ്ഞാൽ ഭാഗികമായി അവൻ ബധിരനാണ്, കേൾവിശക്തിയില്ലാത്തവനാണ്. ആ കുട്ടിയുടെ കീശയിലാണ് അധ്യാപകൻ ഇങ്ങനെ എഴുതിയ നോട്ട് കൊടുത്തയച്ചത്. അങ്ങനെ ആ അമ്മ ആ കുട്ടിയെ പഠിപ്പിച്ചു. ആ കുട്ടി വളർന്ന് വലുതായി. ആ കുട്ടി ലോകത്ത് അറിയപ്പെടുന്ന ഒരു മഹാശാസ്ത്രകാരനായി മാറി. അതാണ് തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ ഹാഡ് ഓൺലി 3 months ഓഫ് ഫോർമൽ സ്കൂളിംഗ്. ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചത് വെറും 3 മാസം മാത്രമാണ് എഡിസന്. പക്ഷെ ഇതിന് എഡിസൺ എങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ എഡിസൺ നടത്തിയിട്ടുണ്ട്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ. എഡിസന്റെ ജീവിതത്തിലെ വളരെ അത്ഭുതകരമായ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പലപ്പോഴും പലയിടത്തും വായിക്കാൻ കഴിയുന്നത്, അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ചപ്പോൾ 100 തവണ പരീക്ഷണം നടത്തിയതാണ്. 100 തവണ, ക്ഷമിക്കണം, 1000 തവണ. അത് 5000 തവണയാണ് എന്നും 10000 തവണയാണ് എന്നൊക്കെ ആളുകൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, 1000 times failure. When asked about it, ആളുകൾ അതിനെക്കുറിച്ച് ചോദിച്ചു. എഡിസൺ allegedly said, എഡിസൺ വളരെ സാഗൂതം അതിന് മറുപടി പറഞ്ഞു. എന്നറിയോ? I have not failed 1000 times. ഞാൻ 1000 തവണ പരാജയപ്പെട്ടിട്ടില്ല. I have successfully discovered 1000 ways not to make a light bulb. ഒരു ബൾബ് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ 1000 തവണ കണ്ടുപിടിച്ചു. അദ്ദേഹം ചിന്ത പോയി നോക്കണം. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനോട് അദ്ദേഹം പറഞ്ഞത്, ഈ ബൾബിന്റെ ഫിലമെന്റ് എന്തുകൊണ്ടുണ്ടാക്കും? അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തി അദ്ദേഹം അവസാനം അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പറഞ്ഞു, നമ്മൾ 1000 തവണ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ എഡിസൺ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞു ഓരോ മറുപടി എന്നറിയോ? അങ്ങനെ പറയരുത്. ബൾബ് ഉണ്ടാക്കാൻ 1000 വസ്തുക്കളെ കൊണ്ട് ബൾബുണ്ടാക്കാൻ കഴിയാത്ത 1000 വസ്തുക്കൾ നാം കണ്ടുപിടിച്ചു. അതാണ് ജീവിതത്തിനെ കുറിച്ച് എഡിസന്റെ കാഴ്ചപ്പാട്. അങ്ങനത്തെ എഡിസനാണ് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി ലോകം ഇന്നും ആദരിക്കുന്ന മഹാനാൻ ശാസ്ത്രകാരന്മാരെ കൂട്ടുന്ന ആളായി മാറി. മഹാശാസ്ത്രകാരന്മാർ. ഒരാളുടെ സംഭവം കൂടി ഞാൻ പറയാം. നമ്മളൊക്കെ പിന്നെ കേൾക്കാറുള്ള ഒരു പേരാണ്. ഒരു 4 പേര് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അതിന്റെ പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. A young cartoonist
യുവാവായ ഒരു കാർട്ടൂണിസ്റ്റാണ്. He faced many rejections from newspaper. ബൈലക്സുകൾക്ക് ലക്ഷ്യമുണ്ടാവും. അദ്ദേഹം ഒരുപാട് കാർട്ടൂണുകൾ വരച്ച് പത്രങ്ങൾക്ക് അയച്ചു കൊടുത്തു. ഈ യങ് കാർട്ടൂണിസ്റ്റ്. റിജക്ഷൻ ഫ്രം ന്യൂസ് പേപ്പർ എഡിറ്റേഴ്സ് who said he had no talent. ഇയാൾക്ക് ഒരു കഴിവുമില്ല, ഈ കാർട്ടൂണുകൾ ഒന്നിനും കൊള്ളുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയച്ചത്. One day, a minister at church, ചർച്ചിലെ മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പ്രയോഗമാണ്. ചർച്ചിലെ പ്രീസ്റ്റ്, അവിടുത്തെ അധികാരങ്ങൾ നോക്കുന്ന ആൾക്കാണ് മിനിസ്റ്റർ എന്ന് പറയുക, ചർച്ചിലെ മിനിസ്റ്റർ. അങ്ങനെ പള്ളിയിലെ അധികാരി അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഈ പള്ളിയുടെ അടുത്ത് ഒരു ചെറിയ ഷെഡ് കെട്ടിക്കൊടുത്തിട്ട് ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. He was working out a small rodent infested shed. അദ്ദേഹത്തിന് ചിത്രം വരയ്ക്കാൻ ഒരുക്കിക്കൊടുത്ത ഷെഡ് ഈ എലികളും അതേപോലെ തന്നെ മൂഷികവർഗത്തിൽപ്പെട്ട മറ്റു ജീവികളൊക്കെ ദ്വാരൊക്കെ ഉണ്ടാക്കി താമസിക്കുന്ന ഒരു പൊളിഞ്ഞു വീഴാറായ ഷെഡാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ കാർട്ടൂൺ വരച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ one day he saw a small mouse. ഒരു ദിവസം ഒരു ചെറിയ എലിയെ കണ്ടു. Seeing a small mouse inspired him to draw a new cartoon. ഒരു പുതിയ കാർട്ടൂൺ വരയ്ക്കാൻ ആ എലിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ചിന്തയുണ്ടായി. ദാറ്റ് വാസ് ദ സ്റ്റാർട്ട് ഓഫ് മിക്കി മൌസ്. ലോകപ്രസിദ്ധമായ മിക്കി മൌസ് എന്ന് പറയുന്ന കാർട്ടൂൺ പരമ്പരയുടെ തുടക്കം അങ്ങനെയായിരുന്നു. ഇദ്ദേഹമായിരുന്നു വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന അറിയപ്പെടുന്ന, ഇന്നും ലോകം ആദരിക്കുന്ന കാർട്ടൂണിസ്റ്റ്. അപ്പൊ അത് ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ സക്സസ് ആക്കി മാറ്റാൻ കഴിയും എന്നതിനുള്ള ചില ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിന് പിന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഒരാൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഫെയിലിയർ ഈസ് 99% സക്സസ് എന്നാണ്. പരാജയം എന്ന് പറയുന്നത് 99% വിജയമാണ്. ആ വിജയം നമ്മെ തേടി വരികയില്ല. ആ വിജയത്തെ തേടി പലപ്പോഴും നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അത് സൂചിപ്പിക്കുന്ന വളരെ പ്രസിദ്ധമായൊരു കൊട്ടേഷൻ ഉണ്ട്. ഇഫ് യുവർ ഷിപ്പ് ഡസന്റ് കം, നിങ്ങൾക്ക് യാത്ര ചെയ്യുവാനുള്ള കപ്പൽ നിങ്ങൾ തേടി വരുന്നില്ലെങ്കിൽ, സ്വിം ഔട്ട്, കടലിലേക്ക് നീന്തിപ്പോയി, മീറ്റ് ഇറ്റ്, നിങ്ങൾ ആ കപ്പലിൽ കയറുക. കപ്പൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊള്ളണമെന്നില്ല. യു ഗോ ടു ദ ഷിപ്പ് ആൻഡ് മീറ്റ് ഇറ്റ്. സഹോദരന്മാരെ, ഇത് ജീവിതത്തിന്റെ നൈമിഷികമായ വിജയം മാത്രമല്ല, ജീവിതത്തിലെ വിജയത്തിന്റെ ഓരോ ഘട്ടങ്ങളും ആത്യന്തികമായ വിജയമെന്ന് പറയുന്ന സ്വർഗവും പ്രയാസങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ചിന്തയിലൂടെയും അധ്വാനത്തിലൂടെയും നേടിയെടുക്കുവാൻ നമ്മൾ കരുത്താർജിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അതിന്റെ ഓരോ അധ്യാപനങ്ങളും നമുക്ക് വെളിച്ചം നൽകുന്നുണ്ട്. ഈ വിഷയത്തിന്റെ മറ്റൊരു വശമാണ് ഞാൻ വായിച്ചത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.